ക്രഷ് രചന നീലാംബരി, അവതരണം ഷാവുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. നിങ്ങളെന്താ പറഞ്ഞ് ചാവാൻ പോകുന്നതിന് മുമ്പ് അങ്ങനെ സ്വന്തം മോൾ അവരെ ഏൽപ്പിക്കുന്നോ? അതിന് വിശ്വനാഥിനെ ചത്തിട്ട് വേണ്ടേ? ഇത്രയും സ്വത്തുക്കളുടെ അവകാശിയാണ് ഏകെങ്കിൽ അവളുടെ അച്ഛനെ ചികിത്സിച്ച് ഭേദാക്കാൻ അവൾക്ക് കഴിയും. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലേ ഈ വീട്ടിൽ നിന്നും പുറത്താൻ പോകുന്ന ഞാനും എൻ്റെ മക്കളുമായിരിക്കും. കഴിഞ്ഞ ഒരു രാത്രി കൂടി ഞാനും വിധി ഈ കാര്യം സംസാരിച്ചതുവാ. നിരാശയോടെ പറയും തന്റെ അമ്മയെ ഐശ്വര്യ നിമിഷം നോക്കിയിരുന്നു. അല്ലെങ്കിൽ തന്നെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന തങ്ങൾക്ക് ഈ വീട് കൂടി നഷ്ടമായാൽ എന്താണ് സംഭവിക്കുക? അവളുടെ മനസ്സിൽ ഒറ്റ ചോദ്യമായിരുന്നു, താൻ ആരുടെ കൂടെ നിൽക്കണം? അവിടെ കൂടി നിന്ന് ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോരോ ചോദ്യങ്ങളായിരുന്നു. തങ്ങളുടെ മുന്നിൽ നിറഞ്ഞാടുന്ന ഈ വലിയ സമസ്യയുടെ അടുത്തപടി എന്ന വണ്ണം എന്തെങ്കിലും കൂടി നടക്കാതെ തങ്ങൾക്കൊരു തീരുമാനത്തിലെത്താൻ കഴിയില്ലെന്ന് അവർക്കും അറിയാമായിരുന്നു. വിശ്വനാഥനെ കട്ടിലേക്ക് കിടത്തി സ്വന്തം ബെഡ്റൂമിലേക്ക് വന്നതാണ് ഏക. തന്റെ മുറിയുടെ ഒരു കോണിൽ സമാധാനത്തോടെ ഇരുന്ന് പഠിക്കുന്ന വിവേകിനെ ശല്യം ചെയ്യാതെ തികഞ്ഞ വാത്സല്യത്തോടെ അവന്റെ മുടിയൊന്ന് ഉലച്ചുവിട്ട് അവൾ പതിയെ കട്ടിലേക്ക് ചായഞ്ഞു. വൈദ്യൻ തനിക്ക് ഗിഫ്റ്റ് നൽകിയ ഫോൺ വലിയ വിലയുള്ളതാണ്. ഏകദേശം 1 ലക്ഷം അടുപ്പിച്ചു വരും അതിന്റെ വില. ഋതുവിനെയും ആതിരയും കാണിച്ച പോലെ ഈ വീട്ടിൽ ആ ഫോണുമായി വിലസാൻ പറ്റില്ല. വില കൂടിയ വസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കാൻ കഴിയില്ലെങ്കിൽ കൂടി വിലപിടിപ്പുള്ള വസ്തുക്കൾ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്ന ജനറേഷനാണല്ലോ നമ്മുടേത്. വിവേക് പഠിത്തത്തിൽ മാത്രം ശ്രദ്ധയിൽ തിരിക്കുകയാണ്. ഏകപതി എഴുന്നേറ്റ് അലമാരയിൽ തന്റെ ഫോൺ കയ്യിലെടുത്ത് മറച്ചു പിടിച്ചുകൊണ്ട് മുറിവിട്ടിറങ്ങി. ചെറിയമ്മയും പരിവാരങ്ങളും പുറത്ത് അതിഥികളോട് സംസാരിച്ചു നിൽക്കുന്നതാണ് അവൾ കണ്ടത്. ആ കൂട്ടത്തിൽ ഐശുവിനെ കണ്ടതും അവളുടെ മുഖമൊന്ന് കൂർത്തു. എങ്കിലും വൈര്യൻ എന്ന മാന്ത്രിക വലയത്തിലേക്ക് അവൾ ഒരു നിമിഷം കൂപ്പൂത്തി പോയിരുന്നു. അവന്റെ നിശ്വാസമെങ്കിലും ഒന്ന് കേട്ടാൽ മതിയെന്നായിരുന്നു അവൾക്ക്. ബോധം നഷ്ടപ്പെട്ടുറങ്ങുന്ന തന്നെ അച്ഛന്റെ മുറിയിലേക്ക് ആരിപ്പോൾ കടന്നു വരില്ലെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. കഥക് ചേർത്തടച്ച് വിശ്വനാഥനെ നോക്കിയവൾ. ഉറക്കത്തിനിടയിലും വളരെ കഷ്ടപ്പെട്ട് ശ്വസിക്കുന്നതിനാൽ തന്നെ കുഴിഞ്ഞു താഴുന്ന തൊണ്ടക്കുഴിയും ഉയർന്നു താഴുന്ന നെഞ്ചും ഒന്ന് നോക്കിയ ശേഷം ജനലോരത്തേക്ക് പതിയെ നടന്നു അവൾ. തുറന്നു കിടക്കുന്ന ജനലിലൂടെ തണുപ്പിനൊപ്പം മരിച്ചു കയറുന്ന പിച്ചിപ്പൂവിന്റെ വാസനയിൽ അവൾ സ്വയം മറന്നു. ഇതിനോടകം അവന്റെ കോളുകളെല്ലാം അവൾ കണ്ടിരുന്നതാണ്. തിരിച്ചു വിളിക്കാൻ പറ്റിയ സാഹചര്യം വീട്ടിലെത്തിയിട്ട് പോലും കിട്ടിയിരുന്നില്ല. താൻ അങ്ങോട്ട് വിളിച്ചാൽ ഫോൺ അറ്റൻഡ് ചെയ്തവൻ ഏത് രീതിയിൽ തന്നെ സ്വീകരിക്കുമെന്നും അറിയില്ല. ഫോൺ ചെവിയോട് ചേർത്ത് വെക്കുമ്പോൾ ക്രമാതീതമായി ഉയർന്ന തന്റെ ഹൃദയമിടിപ്പിനെ വരുതിയിൽ വരുത്താൻ കഴിയാതെ അവൾക്ക് ഇതച്ചു പോയിരുന്നു. 2 നിമിഷത്തിനപ്പുറം നിലച്ചുപോയ കോളർ ട്യൂൺ അവളെ തെല്ലൊന്നുമല്ല ഉലച്ചത്. ഇത്ര പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കാൻ മാത്രം തന്റെ ഒരു കോൾ പ്രതീക്ഷിച്ചിരിക്കായിരുന്നോ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു അവൾക്ക്. എന്നാടി കഴിഞ്ഞോ നിന്റെ പ്രേമം? ചോദ്യം ചോദിച്ചതായിരുന്നു വൈര്യൻ. പക്ഷെ അതിനുള്ളിൽ ഒളിഞ്ഞിരുന്ന് പരിഭവമായിരുന്നു. തന്റെ ചുണ്ടോട് ചുണ്ട് ചേർക്കാൻ കൊതിച്ച് ഒരു നിമിഷമെങ്കിലും തന്നെ കണ്ടില്ലെങ്കിൽ ശ്വാസം മുട്ടുമെന്ന പോലെ തന്നെ തേടി തന്റെ ഫ്ലാറ്റ് വരെ വന്ന പെണ്ണ് തിരികെ പോകുമ്പോൾ അവളുടെ പ്രണയം ആ വഴിയിലേക്ക് ഉപേക്ഷിച്ചിട്ടാണോ പോയതെന്നറിയാനുള്ള കൊതിയായിരുന്നു അവനിൽ. ആ ചോദ്യത്തിന് മുന്നിൽ ദേഷ്യമൊന്നുമില്ലായിരുന്നു. അവളെ മിസ് ചെയ്യുന്ന ഒരു കാമുകന്റെ കുഞ്ഞു പരിഭവം മാത്രം. അവനെ ആ മുറുകിയ സ്വരം കാതിൽ പതിഞ്ഞതും ഏകയുടെ ചുണ്ടുകൾ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അത്രയും ദൂരെ നിന്നിട്ടും തന്റെ മൗനം പോലും വായിച്ചെടുക്കുന്ന മനുഷ്യനാണ് അവനെന്ന തിരിച്ചറിവ് അവളുടെ ഉള്ള നിറച്ചു. അവനെ ഒന്ന് കാണണം. ആ കണ്ണുകളിലേക്ക് നോക്കി കഴിഞ്ഞിട്ടില്ല. ഇനിയും കൂടിയിട്ടേ ഉള്ളൂ എന്ന് പറയണം. മനസ്സ് കൊതിച്ചെങ്കിലും സാഹചര്യം അവളെ ബന്ധിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ഫോൺ പറ്റില്ല, ആരെങ്കിലും കാണും. ഒളിച്ചു പറയുന്ന കാമുകിയുടെ പതിഞ്ഞ സ്വരം ആഴുന്ന ശ്വാസത്തിനൊപ്പം കാതിലേക്ക് ഒഴുകിയെത്തിയതും വൈര്യന്റെ നെഞ്ചിലൂടെ ഒരു മധുരക്കുളിർ പടർന്നു. ബെഡിൽ മറന്നു കിടന്നിരുന്നവൻ പതിയെ കമിഴ്ന്നു കിടന്നു. കണ്ണുകൾ സ്വയം അടഞ്ഞുപോയി. അവൾ തന്നെ അത്രയും അടുത്തു നിന്നാണ് സംസാരിക്കുന്നതെന്ന തോന്നൽ. അവളുടെ ശ്വാസം തന്നെ കവിളിൽ തട്ടുന്ന പോലൊരു ഭ്രമം. അതിരങ്ങളിൽ അറിയാതെ ഒരു ചിരി വിരിഞ്ഞു. ഏക രഹസ്യം പോലെ അവനൊന്ന് വിളിച്ചു. അവൾ കണ്ണുകൾ മുറുക്കെ അടച്ചു പിടിച്ചു. ജനലരികിൽ നിന്നിരുന്ന ഏകയുടെ വിരലുകൾ ഇരുമ്പ് കമ്പിയിൽ മുറുകെ പതിഞ്ഞിരുന്നു. ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന ഭയത്തിൽ ഇടയ്ക്കിടയ്ക്ക് അവൾ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ഭയമല്ല, അതൊരു കാമുകിയുടെ വികാരമാണ്. ആരും കാണാനും കേൾക്കാനും പാടില്ലെന്ന നെഞ്ചിന്റെ പെടച്ചിൽ. അവനു വേണ്ടി മോഷ്ടിച്ചെടുത്ത കുറച്ച് നിമിഷങ്ങൾ, അതായിരുന്നു ഇപ്പോൾ അവളുടെ ഏറ്റവും വലിയ സന്തോഷം. ഏക വീണ്ടും ആ വിളി അവളിൽ കുളിര് പടർത്തി. ചുണ്ടുകൾ പിളർത്താതെ ഒരു ചുടുനിശ്വാസത്തോടെയായിരുന്നു അവനായുള്ള മൂളൽ. ഇപ്പൊ നീ എന്റെ മുമ്പിൽ വന്നു വിട്ട ഞാൻ എന്ത് ചെയ്യുന്ന അറിയൂടി നിനക്ക്? അവന്റെ ശബ്ദം നന്നേ പതിഞ്ഞതായിരുന്നു. പക്ഷേ അതിൽ കൊതി ആ പെണ്ണിന്റെ ഉള്ളം മുഴുവൻ പൊതിഞ്ഞു. കണ്ണുകൾ വലിച്ചു തുറന്ന ഏക ഹൃദയം നെഞ്ചിനുള്ളിൽ നിയന്ത്രണം വിട്ട് മിടിക്കാൻ തുടങ്ങി. കൗളികളിലേക്ക് ചൂടി ഇരച്ചു കയറി. ഈ നിമിഷം അവൻ തന്റെ മുമ്പിൽ ഇല്ലാത്തത് എത്രത്തോളം ആശ്വാസമാണോ അത്ര തന്നെ ഒരു നിരാശയോ അവളെ ഒന്ന് മൂടി. ഈ നിമിഷം നിങ്ങൾ എന്റെ മുമ്പിൽ വന്ന് പെടാതിരുന്ന എത്രയോ നന്നായി എന്ന ചിന്തയിലായിരുന്നു പിന്നീട് അവളും. ഏക അവളൊരു ദീർഘനിശ്വാസം എടുത്തു.
ഇപ്പൊ തെല്ലൊരു നീരസമൊക്കെ അവന്റെ വിളിയിലുണ്ട്. നീ ഫോൺ എടുക്കാത്ത എന്താന്ന് ഞാൻ ചോദിച്ചത്. പഴയ പോലൊരു മയവുണ്ടായിരുന്നില്ല. വാക്കുകളിൽ ഗൗരവം നിറച്ച് വീണ്ടും ആ ചോദ്യം അവൻ ആവർത്തിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വീട്ടിലാവുള്ളു. എൻ്റെ ഫോണ്, ഇത്രയും വില കൂടിയ ഫോണൊന്നും ഞാൻ വാങ്ങില്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഈ ഫോണെങ്ങാനും ഇവിടെ ഉള്ളവർ കണ്ടാൽ പിന്നെ ഓരോ ചോദ്യവും പറച്ചിലൊക്കെ ഉണ്ടാവും. പഴയ ഫോണാണെങ്കിൽ ഞാൻ വരാൻ നേരം ഒരെണ്ണിക്ക് തിരികെ കൊടുക്കുകയും ചെയ്തു. ഇപ്പം തന്നെ ഞാൻ ആരും കാണാതെ സംസാരിക്കുന്നേ. അപ്പോഴും അവളുടെ ശബ്ദം വളരെ നേർത്തതായിരുന്നു. തമാശക്ക് പോലും ഒന്ന് ദേഷ്യപ്പെടാൻ കഴിയാതെ അവന്റെ ചൊടിയിൽ മനോഹരമായൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. ഒന്നലറാൻ പോലും സമ്മതിക്കാതെ പെണ്ണവനെ ഹസ്കി വോയിസിൽ തളച്ചിട്ടു. അത് ഈ ശബ്ദം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, വല്ലാത്തൊരു ഹസ്കി വോയിസ്. ഇങ്ങനെ ഒളിച്ച് നിന്ന് അടക്കം പറയും പോലെ സംസാരിക്കാൻ നീ ആരാടി? എന്റെ കാമുകയാണോ? വൈരിന്റെ സ്വരത്തിൽ കുസൃതി നിറഞ്ഞു. ആണോ? ആളവനോട് തിരികെ ചോദിക്കുമ്പോൾ അവളുടെ മുഖത്ത് നാണത്തോടു കൂടിയ പുഞ്ചിരിയാണ്. ആരോടാണ് താൻ ഈ സംസാരിക്കുന്നതെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്ത പോലെ തോന്നിപ്പോയി ഏകക്ക്. ഞാനല്ലേ ആദ്യം ചോദിച്ചേക, ആണോന്ന് നീ പറ. കാമുകയല്ലേ? അല്ലല്ലോ. വീണ്ടും വൈനിൽ കുറുമ്പ് തന്നെയാണോ? ഏകയുടെ മുഖമൊന്ന് കൂർത്തു. പിന്നെ ആരാ ഞാൻ? ആളുടെ പരിഭവം നിറഞ്ഞൊരു ചോദ്യം. ബോഡി ഗാർഡ്. അതുപോലെ മതിയോ? അങ്ങനെ മതിയോ? വാശിയോടെ തിരികെ ചോദിച്ചു അവൾ. തൽക്കാലം അത് മതി. ഒരു കാര്യം ചെയ്യ്, നിന്റെ ലൊക്കേഷൻ എനിക്ക് ഷെയർ ചെയ്യും. ബെഡിൽ നിവർന്നിരുന്നുകൊണ്ട് അവൻ ചോദിക്കുമ്പോൾ അപ്പുറത്ത് തികഞ്ഞ മൗനമാണ്. ഏയ് ഏക. അതെ, ഞാൻ ഫോൺ വയ്ക്കാൻ പോവാട്ടോ. ഇനിയും സംസാരിച്ചാൽ ശരിയാവില്ല. പിന്നെ വൈനി സാറ് പറഞ്ഞ പോലെ ആവില്ല. എൻ്റെ ഹസ്കി വോയിസിന് കയ്യും കാലും വെക്കും. ഞാനിവിടെ കിടന്ന് തുള്ളും. അവളുടെ നേരത്തെ സ്വരത്തിന്റെ മട്ടും ഭാവമൊക്കെ മാറിയിരുന്നപ്പോൾ, നീ തുള്ളണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് അപമാനിക്കപ്പെട്ടത് നിന്റെ മുന്നിൽ മാത്രമടി. അപ്പൊ പിന്നെ അതിന് ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യണ്ടേ? വേണ്ടേ? പെണ്ണിന്റെ ക്ഷമയെ പരീക്ഷിക്കും വിധം ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ പറയുമ്പോഴും അവന്റെ ചുണ്ടിൽ വശ്യമായ പുഞ്ചിരിയാണ്. ഓഹോ, അപ്പൊ പിന്നെ എന്തിനാ എനിക്ക് ഫോണൊക്കെ വാങ്ങിത്തന്ന്? ആളുടെ സ്വരം വിളറി. അത് നിന്നുള്ള പ്രേമ മൂത്തിട്ടാണെന്ന് എഴുതിയോ നീ? നിന്റെ ഫോൺ നിനക്ക് എങ്ങനെയാ നഷ്ടപ്പെട്ടത്? ഓർമ്മയില്ലേ ആ ഇൻസിഡന്റ്? ഓർമ്മിക്കണോ ഞാനത്? ഓക്കെ, ഓർമ്മിച്ചേക്കാം. എൻ്റെ ഫാമിലിയെ രക്ഷിക്കുന്നതിൽ നിനക്ക് നിന്റെ ഫോൺ നഷ്ടമായി. എന്താ അങ്ങനെയല്ലേ? പുതിയ ഫോൺ വാങ്ങി തന്നാലെന്നും നീ ചെയ്തതിന് പകരമാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അത്രയെങ്കിലും ചെയ്യണം തോന്നി. മാത്രമല്ല വാമി എന്നോടത് പറഞ്ഞിരുന്നു. അങ്ങനെയാ ഞാൻ ആ ഫോൺ വാങ്ങിയേ. നീ അതെടുത്തോ? ഏക ഒരു നിമിഷം നിശബ്ദയായി. തിരികെ ചോദിക്കാൻ ഒത്തിരിയുണ്ട്. അടുത്ത് ചേർന്ന് നിൽക്കുമ്പോൾ കൂടി അവന്റെ കണ്ണുകളിൽ തന്നെയുള്ള പ്രണയം വ്യക്തമായി കണ്ടു തന്നെയാണ്. എന്നിട്ടും ഹരം കയറിയ പോലെ തന്നെ ഇട്ട് വട്ടുപിടിപ്പിക്കുകയാണ്. ഏയ് എന്താ പോരാളിയുടെ നാവിറങ്ങിയോ? എന്താണ് ഈ മിണ്ടാത്തെ? ഏകയെ അങ്ങനെ അങ്ങ് സൈലന്റ് ആക്കാൻ അവനൊട്ടും താല്പര്യമില്ല. അടിയായാലും വഴക്കായാലും പ്രേമമായാലും തന്റെ പെണ്ണിന്റെ തട്ട് താണു തന്നെ ഇരിക്കണം. ഒന്ന് ചോദിച്ചോട്ടെ, അന്ന് നിങ്ങളുടെ ഫാമിലിക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോ എന്റെ ചെയ്യാൻ പോയിരുന്നെങ്കിലോ? അപ്പൊ സൂപ്പർ സ്റ്റാർ എന്ത് ചെയ്തേനെ? വാക്കുകൾ പെറുക്കി കൂടി ചോദിക്കുമ്പോൾ അവന് നിശബ്ദമാക്കണമെന്ന് മാത്രമേ അവൾ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. ഈ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവൻ പതറുമെന്ന് അവൾ വെറുതെ വ്യാമോഹിച്ചു. എന്നാൽ അവളെ ഞെട്ടിച്ചുകൊണ്ട് അപ്പുറത്തൊരു പൊട്ടിച്ചിരിയാണ് അവൾ കേട്ടത്. നിന്റെ ജീവൻ പോയ ഞാൻ എന്ത് ചെയ്യാനാണ് ഏക? എത്രയും പെട്ടെന്ന് നിന്റെ ബോഡി നാട്ടിലെത്തിക്കാനുള്ള എല്ലാ സഹായവും എന്റെ ഭാഗത്തുനിന്നുണ്ടായനെ. പിന്നെ നീ കുറച്ച് ഫേമസ് ആയനെ. നിന്റെ ശവടക്കിന് സൂപ്പർ സ്റ്റാർ വൈര്യരുദ്രദേവർമ്മ നേരിട്ട് വരുമ്പോ നിന്റെ മരണം തീർച്ചയായിട്ടും മാധ്യമ ശ്രദ്ധ നേടിയനെ. അടുത്ത നിമിഷം തന്നെ അവന്റെ സന്തോഷപ്പാടം അയച്ചു കളയാൻ പാകത്തിനൊരാൾ അവന്റെ ബെഡ്റൂം തള്ളി തുറന്ന് അകത്തേക്ക് കടന്നിരുന്നു. ഹെഡ് ഡ്രസ്സിൽ ചാഞ്ഞിരുന്നുകൊണ്ട് ആരോടോ പൊട്ടിച്ചിരി സംസാരിക്കുന്നവനെ രാധിക തെല്ലൊരു അതിശയത്തോടെയാണ് നോക്കിയിരുന്നത്. വൈരിന്റെ ഇത്രയും നല്ല ചിരി സിനിമയിലല്ലാതെ അവരിന്ന് അവരെ നേരിട്ട് കണ്ടിട്ടില്ലെന്നാണ് വാസ്തവം. ഉള്ളിൽ നിറഞ്ഞ അമ്പരപ്പിന്റെ ബാക്കിയെന്നോണം മുഖത്തി ഉരിഞ്ഞ നേർത്ത മന്ദഹാസത്തോടെ രാധിക വൈരിനെ നോക്കിയെന്ന് പോയി. രാധിക, don't you have any common sense? Don't you know you shouldn't enter someone's room without permission? ഇത്തവണ ഞെട്ടിയത് ഏകയാണ്. വൈരിന്റെ അലർച്ചയിൽ ഒന്ന് ഞെട്ടിക്കൊണ്ട് പെട്ടെന്ന് ചെവിയിൽ നിന്ന് ഫോൺ മാറ്റി പിടിച്ച ശേഷം പതിയെ അടുപ്പിച്ചു. ഫോണിലൂടെ കേട്ട രാധിക എന്ന പേര് ഏകയുടെ നെറ്റി വിളിച്ചു. വൈരേട്ടാ, എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഞാൻ അമ്മായി പറഞ്ഞിട്ട് വന്നതാ. രുദ്രൻ അമ്മാവിന് വൈരേട്ടനെ കാണണമെന്ന് പറഞ്ഞു. പെട്ടെന്നുണ്ടായ വൈരിന്റെ ഭാവമാറ്റത്തിൽ രാധികയെ ഒന്ന് ചൂളിപ്പോയി. തനിലുണ്ടായ ജാളിത മാറ്റി മുഖത്തും ശബ്ദത്തിലും ആവുന്നത്ര ദയനീയത വരുത്തി രാധിക പറയുമ്പോൾ ചുരിദാർ ഷോളിനെ കൈവിരലാൽ വട്ടം കറക്കാൻ അവൾ മറന്നില്ല. ഫോണിലൂടെ കേൾക്കുന്ന ഏതൊരു പെണ്ണിന്റെ കൊഞ്ചൽ ഏകയുടെ ഉള്ളുപിടയിച്ചു.
താൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത വൈര്യൻ എന്ന ലോകത്തേക്ക് ഓടിയെത്താൻ കഴിയാതെ അവളുടെ ഉള്ളം വിങ്ങി. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള എന്നെ വിച്ചു എന്നോ വൈരെന്നോ മാത്രമേ വിളിക്കാവൂന്ന്. അവിടെ ഒരു ഓ ഗോഡ്, വൈരേട്ടൻ പോലും. ഈ വൈരേട്ടൻ. ദേഷ്യത്താൽ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റ് പോയി വൈര്യൻ. പകച്ചുകൊണ്ട് രാധിക രണ്ടടി പുറകിലേക്ക് മാറി. എന്നോട് ദേഷ്യപ്പെടണ്ട, ഇവിടെ ആരും വൈരേട്ടാന്ന് വിളിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ കരുതി സ്ഥിരം കേൾക്കുന്ന പല്ലവി കേൾക്കാൻ താല്പര്യമില്ലാതെ ഡോറിലേക്ക് വിരൽ ചൂണ്ടി അവൻ അലറി. നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ച് രാധിക മുറിവിട്ട് പുറത്തേക്ക് പാഞ്ഞു. നെറ്റിയിൽ ശക്തമായി വിരലോടിച്ചുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു വൈര്യൻ. അപ്പോൾ തന്നെ അവന്റെ മനസ്സിലേക്ക് ഏകയുടെ മുഖം കടന്നു വന്നു. മറുതലക്കൽ ഫോൺ കട്ടായില്ലേ എന്ന് കൂടി നോക്കാതെ ഫോൺ ചെവിയോട് ചേർത്ത് പ്രതീക്ഷയോടെ സംസാരിച്ചു തുടങ്ങിയവൻ. ഞാൻ നേരത്തെ ഒരു തമാശ അവൻ പറഞ്ഞു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും അവൾ ഫോൺ കട്ട് ചെയ്തിരുന്നു. ആകെ ഒന്ന് ഉലഞ്ഞു പോയെങ്കിലും എവിടെ നിന്നോ ഒരു സുഖവനെന്ന് മൂടി. എവിടെ പോവാനാ, ആ മുതൽ തനിക്കുള്ളത് തന്നെയാ. കുറുമ്പിക്ക് പിടിച്ചിട്ടുണ്ടാവില്ല. ചെറുമന്ദാസത്തോടെ പറഞ്ഞുകൊണ്ട് ഇടനെഞ്ചൊന്ന് ഒഴിഞ്ഞു വൈര്യൻ. വൈകുന്നേരത്തോടെ വീട്ടിലെത്തിയതാണ് വൈര്യനും വാമികയും അഞ്ജലിയും ദേവികയും എല്ലാം. രുദ്രദേവർമ്മ ആ സമയം നല്ല ഉറക്കമായതിനാൽ തന്നെ അദ്ദേഹത്തെ കാണാൻ നിൽക്കാതെ ദേവിക ഒഴികെയുള്ളവരെല്ലാവരും അവരുടെ മുറികളിലേക്ക് പോയിരുന്നു. ഒന്ന് ഫ്രഷായി ഇറങ്ങിയതും യാത്രാക്ഷീണം കാരണം വൈദ്യൻ ബെഡിലേക്ക് വീണ നിമിഷം തന്നെ നല്ലൊരു ഉറക്കത്തിലേക്ക് ആണ്ടുപോയിരുന്നു. എഴുന്നേറ്റപ്പോഴേക്ക് ഏകയുടെ കോളും വന്നിരുന്നു. ഏകയുടെ കോള് വരികയോ താൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുകയോ ചെയ്താൽ കണ്ണു പൊട്ടുന്ന ചീത്ത വിളിക്കണമെന്ന് കരുതിയതാണ്. പക്ഷേ പെണ്ണിന്റെ സ്വരം കേട്ടതും മനമൊന്നാകെ പൂത്തുലഞ്ഞ പോലെ ഒരു അനുഭൂതിയാണ് തോന്നിയത്. ആളോട് ദേഷ്യപ്പെടുന്നതിനേക്കാൾ തനിക്കിപ്പോൾ പ്രിയം ആള് ദേഷ്യം പിടിപ്പിക്കുന്നതിലാണ്. ആള് ഓരോന്ന് പറഞ്ഞ് ചൊടിപ്പിച്ചതിന് ഇപ്പോഴും കുറ്റബോധമൊന്നും തന്നെയില്ല അവന്. പെണ്ണിനെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴുമെല്ലാം എന്താണെന്നറിയില്ല, അവളോട് കുറുമ്പ് കാട്ടാനല്ലാതെ മറ്റൊന്നും തോന്നാറില്ല ഇപ്പോൾ. പെട്ടെന്നൊന്നും അവളുടെ മുമ്പിൽ അടിയറ പറയാതെ തന്റെ പ്രണയം സുഖമുള്ളൊരു വിങ്ങലായി അവളുടെ മനസ്സിൽ കിടക്കട്ടെ എന്ന് അവനും കൊതിച്ചു. എന്നാൽ അധികം നീട്ടിക്കൊണ്ടുപോകാനും തനിക്ക് മുമ്പിൽ സമയമില്ലെന്ന് അവനറിയാം. രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ബാംഗ്ലൂരിൽ നിന്ന് തിരികെ നാട്ടിലേക്ക് വന്നത്. അച്ഛന്റെ ആരോഗ്യസ്ഥിതി ഭേദമായി കഴിഞ്ഞാൽ അച്ഛനോടും അമ്മയോടും മാത്രം തന്നെ മനസ്സിലുള്ളത് തുറന്നു പറയണം. അവരുടെ പ്രതികരണം എന്താവുമെന്ന് അറിയില്ല. എന്തായിരുന്നാലും ഈ വൈര്യന്റെ തീരുമാനം ഒരിക്കലും ആർക്കും മാറ്റാൻ സാധിക്കില്ല. അത് താൻ വർഷങ്ങൾക്ക് മുമ്പേ ഉറപ്പിച്ചതാണ്. അന്ന് തന്നെ കാണാൻ ക്രഷ് എന്ന് മുദ്രകുത്തി ഇറങ്ങി പുറപ്പെട്ടവൾ ആര് തന്നെയായാലും ആളുടെ കണ്ണുകളിൽ ഒരു തരി ആത്മാർത്ഥതയെങ്കിലും കാണാൻ കഴിഞ്ഞാൽ കൂടെ കൂട്ടണമെന്ന് കരുതിയതാണ്. ആളോടന്ന് പ്രണയമൊന്നുമില്ലായിരുന്നുവെങ്കിലും അന്ന് നഷ്ടപ്പെട്ടു എന്ന് കരുതിയവൾ ഇന്ന് തനിക്ക് അത്രയും പ്രിയപ്പെട്ടവളാവുമെന്ന് ഒരിക്കലും കരുതിയതല്ല. പക്ഷെ ആയ സ്ഥിതിക്ക് ഇനി എങ്ങനെ നഷ്ടപ്പെടുത്താൻ കഴിയും? നഷ്ടപ്പെടുത്തുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കൂടിയില്ല. ദേഷ്യത്തോടെ പിറുപിറുത്തുകൊണ്ട് ഫോൺ കട്ടിയുമ്പോൾ ഏകയുടെ മനസ്സാ കലുഷിതമായിരുന്നു. അവിടെ ഒരു വൈരേട്ടൻ, അഞ്ജലി കൂടെ ഇനിയുണ്ടല്ലോ 3 കുരിപ്പുകൾ വേറെയും. അതിലേതോ ഒരുത്തി ആയിരിക്കണം. നന്ദി മാത്രം കൊണ്ട് വാങ്ങിത്തന്നാൾ പോലും ഈ ഫോണ്. പിന്നെ താൻ മാസ്കിനിടയിൽ എന്നെ ഉമ്മ ചെന്തിനാടോ കാല? ദുഷ്ടൻ കെട്ടിപ്പിടിക്കുന്ന ഉമ്മ വേണമെന്ന് ചോദിക്കുന്നു. അതിങ്ങനെ ഫ്ലേറ്റിംഗ് ആയിരുന്നു. അതെ, ശൃംഗരിക്കാൻ തന്നെയാണോ? അങ്ങനെയുള്ള ആൾക്ക് ഇത്രയും കണ്ണീച്ചോരില്ലാതെ സംസാരിക്കാൻ പറ്റൂ? ആരോടൊന്നില്ലാതെ പിറുപിറുക്കുന്നതിനിടയിലാണ് അവളൊരു ഞരക്കം ശ്രദ്ധിക്കുന്നത്. അച്ഛനാണെന്നറിയാം. കുടിച്ച ആ ബോധാവസ്ഥയിൽ ഇതൊക്കെ പതിവാണ്. അതുകൊണ്ട് തന്നെ തികച്ചും സ്വാഭാവികം എന്ന പോലെ അവൾ വിശ്വനാഥൻ കിടക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. മലനിടയ്ക്കായിരുന്ന വിശ്വനാഥൻ വലത് കൈ മുട്ടൂന്നി ഉയർന്നു തിരിഞ്ഞു വരാനായി ശ്രമിക്കുകയാണ്. വായിൽ നിന്നും തേൻ കണക്കെ ഒളിച്ചിറങ്ങുന്ന ചോര കാണി ഏകയുടെ നെഞ്ചു പിടഞ്ഞു. അയ്യോ അച്ഛേ! അവളുടെ ആ ഒറ്റലർച്ചയിൽ ആർക്കേ കൂടി അവിടേക്ക് ഓടി വരുന്ന ഒച്ച അവൾ കേട്ടിരുന്നു. പക്ഷെ അപ്പോഴേക്കും വിശ്വനാഥന്റെ അടുത്തായി അവൾ നിലത്ത് മുട്ടൂത്തിരുന്നിരുന്നു. അച്ഛി, എന്താ പറ്റി? അയ്യോ വെച്ചൂട്ടാ കൊച്ചേച്ചി! അയ്യോ അച്ഛേ, അയ്യോ! ഓടിയെത്തിയ വിവേക് ഉറക്കി നിലവിളിച്ചു പോയിരുന്നു. അറിയില്ല മോനെ, വണ്ടി ഇട്ടോ, നമുക്ക് അച്ഛയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. പോയി വണ്ടി വിളിക്ക് വെച്ചു. വെപ്രാളത്തോടെ ഏകാലെറുമ്പോൾ 1-2 നിമിഷം പകച്ചുകൊണ്ട് വിവേക് നിന്നു പോയെങ്കിലും പെട്ടെന്ന് ബോധം വന്ന പോലെ തൊട്ടടുത്ത വീട്ടിലേക്ക് അവൻ ഇറങ്ങി ഓടി. ഒന്നുമില്ല അച്ഛേ, ഒന്നുമില്ല. ഇപ്പൊ ഹോസ്പിറ്റലിൽ പേടിക്കണ്ട മോളെ. അച്ഛക്ക് ഇനി അധികം ആയുസില്ല. അച്ഛ പോവാ. എനിക്ക് മോളോടൊരു കാര്യം പറയാനുണ്ട്. മധ്യലഹരിയിലായിരുന്നിട്ടും അസുഖത്തിന്റെ മൂർധന്യാവസ്ഥയിലൂടെ കടന്നുപോയിട്ട് കൂടിയും മനസ്സിലുള്ളത് അത്രയും എങ്ങനെയെങ്കിലും തന്നെ മോളെ ധരിപ്പിക്കണമെന്നായിരുന്നു വിശ്വനാഥൻ. അപ്പോൾ അച്ഛേ, എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? ഒന്നും വരില്ല, ഇപ്പൊ സംസാരിക്കേണ്ട അച്ഛൻ. വിശുട്ടൻ അവനിപ്പോ വണ്ടി കൊണ്ട് വരും. മുറിയുടെ അകത്തേക്ക് ഓടിക്കയറിയ രാധാമണി ഐഷുവും വിദ്യയൊന്നും അമ്പരുന്നുവെങ്കിലും വിശ്വനാഥൻ പറഞ്ഞ വാക്കിൽ കുടുങ്ങിക്കിടന്ന് മൂവരും. വിശ്വനാഥൻ ഏകയോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുക എന്ന് അവിടെയും കൂടി ആവശ്യമായിരുന്നു. അല്പം മുമ്പ് തങ്ങൾ സംസാരിച്ചു വെച്ച നിഗമനങ്ങൾ ശരിയാണോ എന്ന് പോലും അറിയില്ല. അപ്പോഴാണ് വിശ്വനാഥനായിട്ട് തന്നെ കാര്യങ്ങൾ തുറന്നു പറയാൻ പോകുന്നത്. അയ്യോ എന്റെ തമ്പുരാനെ, എനിക്കിനി ആരാ ഉള്ളത്? ഞാനിതെങ്ങനെ സഹിക്കും?
ഗൂഢമായ ഉദ്ദേശത്തിൽ തേങ്ങിക്കറിഞ്ഞുകൊണ്ട് രാധാമണിയും വിശ്വനാഥന്റെ അടുത്തായി തന്നെ വന്നിരുന്നു. മോളെ, എൻ്റെ രാജി, എനിക്ക് അവളുടെ അടുത്തേക്ക് പോകേണ്ട സമയമായി. ഓൾറെഡി അച്ഛ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അവളുടെ അമ്മയുടെ ആൾക്കാർ എന്നെ കാണാൻ വന്നിരുന്നു. എന്നെ അവരുടെ അടുക്കിലേക്ക് പറഞ്ഞേക്കാമെന്ന് ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്തു. അച്ഛക്ക് എന്തെങ്കിലും പറ്റിയ മോള് അമ്മ വീട് തേടി പോകണം. എവിടെ മോൾക്ക് ആരുമില്ല. ഈ ചൂട്ടിനെ മോളെ നോക്കണം. അച്ഛൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഒരു വിസിറ്റിംഗ് കാർഡുണ്ട്. പറഞ്ഞു പൂർത്തിയാക്കാതെ അയാൾ ആ ബോധാവസ്ഥയിലേക്ക് ഊപ്പൂത്തുമ്പോൾ ഏക അവിടെ തറഞ്ഞിരുന്നു പോയി. തങ്ങളുടെ നിഗമനങ്ങൾ ശരിയായിരുന്നു എന്ന ചിന്തയാൽ രാധാമണിയും മക്കളും ഈ സമസ്യ എങ്ങനെ നേരിടണമെന്നറിയാതെ അമ്പരന്നു. രുദ്രദേവ് വർമ്മയുടെ മുറിയിലേക്ക് വേഗത്തിൽ ചെന്നു കയറിയവൻ ആ വലിയ മുറിക്കുള്ളിലെ തിരക്കാണ് അസ്വസ്ഥനായി. വൈരിനെ കണ്ടതും പെൺപടകൾ നാലുവന്ന് ഇളകി. മുറിക്കുള്ളിൽ ഒരു ഭാഗത്തായി കയ്യും കെട്ടി നിന്ന ഡേവിഡിനടുത്തായി വൈരിൻ പോയി നിന്നു. ഡേവി, എനി അപ്ഡേറ്റ്? പതിഞ്ഞ സ്വരത്തിൽ അവൻ ചോദിച്ചു. ഇല്ല സർ, ആരാണെന്നൊരു ഐഡിയ ഇല്ല. രുദ്രദേവ് സാർ ഒറ്റക്കാരെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ആരോ ചെയ്യിച്ചതാണ്. നമ്മൾ രാഘവേന്ദ്ര പൊക്കിയ പോലെ എളുപ്പമല്ല കാര്യങ്ങൾ സാർ ഇത്. അന്ന് ദിവസം അയാളെ നേരിക്കേണ്ട ഒരുപാട് പേരുണ്ടായിരുന്നു നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാൻ. പക്ഷെ ഇത് രാത്രി ആയതുകൊണ്ട് അധികാരം കണ്ടിട്ടില്ല. ഇനി കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ആരാണെന്ന് നമുക്ക് അറിയില്ല. ഡേവിഡ് പറഞ്ഞിരുത്തുമ്പോൾ വൈരിനൊന്ന് ഇരുത്തി മൂളി. അച്ഛനെന്ന് ഹെൽപ്പ് ചെയ്ത പെൺകുട്ടി ആരാന്ന് അന്വേഷിച്ചോ? എത്ര ചോദിച്ചിട്ട് ആ പെൺകുട്ടി സംബന്ധിക്കുന്ന കാര്യങ്ങൾ മാത്രം രുദ്രദേവ് സാർ എന്നോട് പറയുന്നില്ല. ഒരുപക്ഷെ അവിടെ തേടി നമ്മൾ ഇറങ്ങുന്ന രുദ്രസാറിന് അറിയായിരിക്കും. കൂടെ ഉണ്ടായിരുന്ന ഗാർഡ്സിന് പോലും വാണിംഗ് കൊടുത്തേക്കുവാ. ആ പെണ്ണിനെ ഈ പ്രശ്നത്തിൽ വെറുതെ വലിച്ചിട്ടുണ്ടെന്നാണ് സാർ പറയുന്നത്. ചിലപ്പോൾ അവിടെ സേഫ്റ്റി ഓർത്തിട്ടാവും. ഡേവിഡും വൈനും തമ്മിലെ രഹസ്യ സംഭാഷണം ശ്രദ്ധിക്കാൻ രുദ്രദേവ് അന്നേരം എന്താ അവർക്ക് പറയാനുണ്ടാവും എന്ന് വ്യക്തമായി തന്നെ ആൾക്കറിയാം. എന്താണ് രണ്ടുപേരും തമ്മിൽ ഗൗരവത്തിലൊരു ചർച്ച? എനിക്കിട്ട് പണിഞ്ഞവനെ കണ്ടുപിടിക്കാനുള്ള തത്രപ്പാടാണോ വൈര്യം നീ? അത് കളഞ്ഞേക്ക് വെച്ചു. ഒളിച്ചിരുന്ന് കണ്ണീ കണ്ട ലോക്കൽ ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുക്കുന്ന ഭീരുക്കളുടെ പുറകെ പോവാൻ തൽക്കാലം വർമ്മ കുടുംബത്തിന് സമയമില്ല. 1-2 നിമിഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരിക്കൽ കൂടി വൈരിനെ മുഖമുയർത്തി നോക്കി അദ്ദേഹം. വൈരിൻ, എവിടെവാ? എനിക്ക് ചിലത് നിന്നോട് സംസാരിക്കാനുണ്ട്. വിവാഹക്കാര്യത്തിൽ നിന്റെ അഭിപ്രായം എന്താണെന്ന് കേൾക്കാൻ വന്നിരിക്കുന്നവരാ ഇവരെല്ലാവരും. അതുപോലെ അമ്മയ്ക്ക് നിന്നോട് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നിന്നോട് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരോടും. മറ്റെന്താവും അച്ചമ്മയ്ക്ക് തന്നോട് പറയാനുണ്ടാവുക? വൈരിൻ ജാനകിക്കടുത്തേക്ക് നടന്നു. പ്രീതയും മകൾ പ്രിയയും മധുവിനെയാണ് നോക്കിയത്. അയാൾക്കൊന്നും അറിയില്ല. അയാൾ അപ്പോഴും ജാനകിയുടെ മുഖത്ത് നോക്കി നിൽപ്പാണ്. പത്മയ്ക്ക് രാജഗോപാലിന് നടുവിലായി അടക്കവും ഒതുക്കവുമുള്ള മകളായിരിക്കുകയാണ് രാധിക. തൊട്ടു മുമ്പേ തന്നെ റൂമിൽ നിന്ന് ആട്ടിപ്പായിച്ചവൻ അവന്റെ ജീവിതത്തിൽ നിന്നുകൂടി ആട്ടിപ്പായിക്കുമെന്ന ടെൻഷനിലായിരുന്നു അവളപ്പോൾ. അഞ്ജലിയുടെ കിളികൾ ബാംഗ്ലൂർ വെച്ച് തന്നെ എങ്ങോട്ടോ നാടുവിട്ടതാണ്. ആൾ രേവതിയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. തന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കാൻ പോകുന്ന സമയം ഒരു സപ്പോർട്ടിനായി തന്റെ പപ്പ ദേവൻ സ്ഥലത്തില്ലാതെ പോയി ആൾക്ക് അയാളോട് ദേഷ്യം തോന്നി. പവിത്രയും വർഷയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു. അച്ഛനില്ലാത്ത കുട്ടിയെന്ന പരിഗണനയെങ്കിലും തന്റെ മകൾ കിട്ടണമെന്ന് പവിത്ര ആഗ്രഹിച്ചു. എങ്കിലും പണ്ട് ഒളിച്ചോടിപ്പോയ രാജിയുടെ മകളുടെ കാര്യം തന്റെ ഏട്ടനും അമ്മയും സംസാരിക്കുന്ന താൻ കേട്ടതാണ്. അതിൽ വലിയ ടെൻഷനൊന്നും അവർക്ക് അന്നേരം തോന്നിയില്ല. ടെൻഷൻ അടിക്കാൻ പാകത്തിന് 3 പെൺകുട്ടികൾ ഈ വീട്ടിൽ തന്നെ ഉള്ളപ്പോൾ ഇനി 4ാമതൊരാൾ കൂടി വന്ന് ഇവിടെ എന്തുണ്ടാക്കാനാണെന്ന് ഓർത്ത് പവിത്ര. ഇവിടെ നടക്കുന്നതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന പോലെ ഡേവിഡിൽ മിഴിയുറപ്പിച്ച് നിന്നു വാമിക. ഇത്രയും പേര് നിന്നിട്ട് കൂടി ഒരു മായവുമില്ലാതെ തന്നെ നോക്കി നിൽക്കുന്നവളെ കാണേ ഡേവിഡ് ഒന്ന് പതറി. അവരുടെ കുടുംബകാര്യം ചർച്ച ചെയ്യുന്നിടത്ത് താനെതിരെ നിൽക്കണമെന്നോർത്ത് വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വാമികയുടെ നോട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണെന്ന് സ്വയം മറന്നിരുന്നു ഡേവിഡ്. അവന്റെ ആ പ്രവൃത്തിയിൽ വാമികയുടെ മുഖമൊന്നും ചുളിയാതിരുന്നില്ല. ദുഷ്ടൻ, ഇവിടെ നിന്നാലെന്തായിരുന്നു? രുദ്രദേവിന്റെ അടുക്കൽ ജാനകി ഇരിക്കുന്നതുകൊണ്ട് തന്നെ അല്പം മാറി സോഫയിലേക്കിരുന്നു ദേവിക. ദേവികക്ക് അടുത്ത് തന്നെയാണ് അഞ്ജലി രേവതി ഇരുന്നതും. ജാനകിയുടെ അടുത്തേക്ക് പോയിരുന്നു വൈരി. എനിക്ക് എല്ലാവരോടായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ടാവാം വിച്ചൂട്ടന്റെ വിവാഹകാര്യം സംസാരിക്കുന്നത്. ഒരു മുഖവരെ എന്ന പോലെ ജാനകി പറഞ്ഞതും എല്ലാവരും ഒരേപോലെ അവരിൽ ദൃഷ്ടി പതിപ്പിച്ചിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.